Hello students, welcome all of you. So previous classes വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർഫെറൻസും അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്സുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അത് കുറച്ചുകൂടി പാർട്സ് ആ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ് ബാക്കിയുണ്ട്. ആ ഒരു ഒന്ന് രണ്ട് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഒരു ഗ്രാഫാണ് ഓർത്ത് വെക്കേണ്ടത്. ഡിഫ്രാക്ഷൻ അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി രണ്ട് ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക, മാക്സിമം അതായത് മിഡിലിൽ മാക്സിമവും ദെൻ ആഫ്റ്റർ ഫൈനലി അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന വേരിയേഷൻസുമാണ് ഗ്രാഫായിട്ട് കൊടുത്തിട്ടുള്ളത്. ലാംഡ ബൈ എ, 2 ലാംഡ ബൈ എ, 3 ലാംഡ ബൈ എ, അതുപോലെ തന്നെ മൈനസ് ലാംഡ ബൈ എ, -2 ലാംഡ ബൈ എ, -3 ലാംഡ ഡിവൈഡഡ് ബൈ എ, ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് നമ്മൾ ആക്ച്വൽ എക്സാക്റ്റ് വാല്യൂസ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻ്റർഫെറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. സോ ഓൾറെഡി അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ബേസിക് ഇക്വേഷൻസും വളരെ ഷോർട്ടായിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻ്റർഫെറൻസ്? ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. കൺസ്ട്രക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിഫ്രാക്ഷൻ? ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് അല്ലെ. ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി അതിൻ്റെ എഡ്ജസിൽ അല്ലെങ്കിൽ കോർണേഴ്സിൽ തട്ടി അവിടെയും സൂപ്പർ പോസ് നടക്കുന്ന ഒരു സെയിം വേവ് ഫ്രണ്ടിൽ നിന്നാണ് ഡിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഇന്റർഫെറൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സെയിം വേവ് ഫ്രണ്ടിൽ നിന്നല്ല, രണ്ട് ഡിഫറെൻറ്റ് വേവ് ഫ്രണ്ടിൽ നിന്നാണ്. ഫസ്റ്റ് വൺ. നമ്പർ 2, ഫ്രിഞ്ചസ് ഈക്വൽ വിഡ്ത്ത് ആവാം, ആവാതിരിക്കാം. അതേ സമയത്ത് ഡിഫ്രാക്ഷനിൽ എങ്ങനെയാണ്? നെവർ ഓഫ് ഈക്വൽ വിഡ്ത്ത്, ഒരിക്കലും ഈക്വൽ വിഡ്ത്ത് ആവില്ല. മൂന്നാമത്തേത്, എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചിനും സെയിം ഇൻറ്റൻസിറ്റിയാണ്. അതേ സമയത്ത് ഇവിടെ എങ്ങനെയാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡിക്രീസസ്. തൊട്ട് മുമ്പ് നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ കണ്ടതാണ്, മാക്സിമം വാല്യൂ ഉണ്ട്, ദെൻ മിനിമത്തിലേക്ക് അത് തന്നെ കുറഞ്ഞുകൊണ്ട് വരുന്നു. മൂവ് ഫ്രം ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്, സെൻട്രലിൽ നിന്ന് അത് അകന്നു പോകുമ്പോൾ അതിൻ്റെ വാല്യൂസിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ദെൻ ദ റീജിയൻസ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ പെർഫെക്റ്റ്ലി ഡാർക്ക് ആണ്. മിനിമം ഇൻറ്റൻസിറ്റിയുടെ ആ ഒരു ബാൻഡ് വരുന്നത്, കളർ വരുന്നത് പെർഫെക്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്നു. അതേ സമയത്ത് ഇവിടെ മിനിമം ഇൻറ്റൻസിറ്റി ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇൻ്റർഫെറൻസും ഡിഫ്രാക്ഷനും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്ക് ചോദിച്ചാൽ 4 പോയിന്റ് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഈസ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയണം. UPL എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ്. എങ്ങനെ നമുക്ക് അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഡിഫൈൻ ചെയ്യാം? ഓർ വാട്ട് ഈസ് ദ അൺപോളറൈസ്ഡ് ലൈറ്റ്? സി, ഒരു സാധാരണ ലൈറ്റിനെയാണ് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓർഡിനറി ലൈറ്റിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് അതിൽ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ എവരി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്ന സാധാരണയുള്ള ലൈറ്റിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. സി, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കൂ. ഇതുപോലെ ആരോസ് മുകളിലേക്കും താഴേക്കും കൊടുക്കാം, ദെൻ നമുക്ക് ഡോട്ടഡ് ആയിട്ടും കൊടുക്കാം. ഇതാണ് ആക്ച്വലി അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ റെപ്രസെൻറ്റേഷൻ. ഇതിൽ എന്താണ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡോട്ട് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അങ്ങനെയാണെങ്കിൽ ഈ കാണിക്കുന്ന ലൈൻ പാരലായിട്ട് വരുന്ന ലൈൻസ് എന്താണ്? അത് പാരലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഡോട്ട് പെർപെൻഡിക്കുലറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലേക്കും താഴേക്കും അപ്സൈഡ് ഡൗൺ, അപ്പ് ഡൗൺ ഉള്ള ആരോസ്
പാരലൽ ആയിട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെൻറ്റേഷന്റെ ഇൻഡിക്കേഷൻ ആണ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ ഐ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് പോളറൈസേഷൻ. അപ്പൊ സാധാരണ എങ്ങനെ നമുക്ക് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷൻ ചെയ്യാം, ഏത് മെത്തേഡ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഓർഡിനറി ലൈറ്റ്, ടോർമലിൻ ക്രിസ്റ്റൽ അല്ലെങ്കിൽ നിക്കോൾ പ്രിസം തുടങ്ങിയ ക്രിസ്റ്റലിലൂടെ ഒരു നോർമൽ ലൈറ്റിനെ നമ്മൾ കടത്തിവിടുമ്പോൾ, പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആർ റെസ്ട്രിക്റ്റഡ്. അതായത് നേരത്തെ പെർപെൻഡിക്കുലർ ആയിട്ടും പാരലായിട്ടും ഉണ്ടായിട്ടുള്ള വൈബ്രേഷൻസ് ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. ആക്ച്വലി അതാണ് പോളറൈസേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഫെനോമിനൻ ഈസ് കോൾഡ് പോളറൈസേഷൻ. ഇനി എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്? അപ്പോൾ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ എ സിംഗിൾ പ്ലെയിൻ. നോക്കൂ, ഇവിടെ വെറും ആരോസ് അപ്സൈഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നതോ എല്ലാം ഡോട്ടഡ് ലൈനാണ്. അതായത് ഒരു കേസിൽ പെർപെൻഡിക്കുലർ ആണ്, ഒരു കേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ടുള്ളത് മാത്രമാണ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എക്സ്പെരിമെന്റൽ സെറ്റ് ഓഫ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാക്കുകയും അപ്പോൾ അങ്ങനെ വരുന്ന ലൈറ്റ് സോഴ്സ് അത് പോളറൈസേഷൻ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അതിന്റെ ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സി, ദർ ഇസ് എ സോഴ്സ് വി ഹാവ്. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടും പാരലായിട്ടും ഇലക്ട്രിക് ഫീൽഡ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും. സി, ആഫ്റ്റർ അത് നമ്മളൊരു നിക്കോൾ പ്രിസത്തിലൂടെ അല്ലെങ്കിൽ ടോർമലിൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുന്നു. അനലൈസർ എന്നാണ് അതിന്റെ പേര്. സോ അത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ എല്ലാം അത് അക്സെപ്റ്റ് ചെയ്യുകയും ബാക്കി പാരലായിട്ട് വരുന്ന പാർട്ട് മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ. വീണ്ടും അത് ബി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതായത് ആദ്യം പോളറൈസർ ആണ് അല്ലെ, ഈ പി എന്ന് പറയുന്നത് ആക്ച്വലി പോളറൈസർ ആണ്, പിന്നെ ബി എന്ന് പറയുന്നത് അനലൈസർ ആണ്. അതായത് ആഫ്റ്റർ ഈ ഒരു മെത്തേഡ്, ഈ ഒരു പ്രോസസ് നടന്നതിന് ശേഷം വരുന്ന ലൈറ്റിന് പോളറൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രിസം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നോക്കൂ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. ആദ്യം എ എന്ന് പറയുന്ന പ്രിസത്തിലൂടെ കടത്തിവിടുന്നു, നമുക്ക് പോളറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ അനലൈസർ ഒന്ന് ടിൽറ്റ് ചെയ്താൽ, ഒന്ന് ടേൺ ചെയ്താൽ നമുക്ക് നോ ലൈറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. സോ അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്, എന്തായാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അത് ചെയ്യാൻ പോകുന്നില്ല. സോ ഇതൊരു തിയറി വൈസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ആ ഒരു പ്രിസത്തെ ഒന്ന് നമ്മൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കുഡിന്റ് ഗെറ്റ് എനി ഔട്ട്പുട്ട്, നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടാൻ കഴിയുന്നില്ല. സോ അതും കൂടി നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ് പോളറൈസർ, ദെൻ എന്താണ് അനലൈസർ. സോ പോളറൈസറിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒന്നാമത്തെ പ്രിസത്തിലൂടെ കടത്തിവിടുന്ന സമയത്ത് അതിന് പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും പാരലൽ ആയിട്ടുള്ളതുമായിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് കൊണ്ടുവരുന്നു. ദ ഫസ്റ്റ് പ്രിസം, അതിനെയാണ് പോളറൈസർ എന്ന് വിളിക്കുന്നത്. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷന് കൊണ്ടുവരുന്നു. ദെൻ അനലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്രിസ്റ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ചെക്ക്, രണ്ടാമത് നമ്മൾ ഉപയോഗിച്ച പ്രിസാണ്. അതായത് വരുന്ന ലൈറ്റ് പോളറൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, അനലൈസർ. ഓക്കെ, സോ അത് രണ്ടും ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആഫ്റ്റർ മാലസ് ലോ ഓഫ് മാളൂസ് അല്ലെങ്കിൽ ലോ ഓഫ് മാലസ് എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഓർത്തു വെക്കാം. എന്താണ് മാലസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേഷൻ വൈസ് പറയുകയാണെങ്കിൽ I ഈക്വൽ ടു I0 കോസ് സ്ക്വയർ തീറ്റ. I ഈക്വൽ ടു I0 കോസ് സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് ദ മാലസ് ലോ. സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, അതിന് ഇന്റൻസിറ്റി I0 ഉണ്ട്. ഇന്റൻസിറ്റി എന്താണുള്ളത്,
I0. ആ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദ അനലൈസർ. അനലൈസറിൽ അത് വന്ന് പതിക്കുന്നു. ആഫ്റ്റർ എമർജന്റ് ലൈറ്റ്, അതിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസിങ് അതുപോലെ തന്നെ ആൻഡ് അനലൈസർ. അപ്പോൾ ഒരു അനലൈസറിൽ വന്ന് പതിക്കുന്ന ഒരു പോളറൈസ്ഡ് ലൈറ്റ്, അതിൻ്റെ ഇന്റൻസിറ്റി I0 ആണ്. ദെൻ ഇന്റൻസിറ്റി ഓഫ് ദ എമർജന്റ് ലൈറ്റ്, അതായത് I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് I0 ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ കൊസൈൻ. ആംഗിൾ എന്ന് പറയുന്നത് അനലൈസറും അതുപോലെ തന്നെ പോളറൈസറും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. സോ ഇക്വേഷൻ വൈസ് എഴുതുകയാണെങ്കിൽ I equal to I0 cos square theta. ദിസ് ഈസ് ദ ലോ ഓഫ് മാലസ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ്. എപ്പോഴും എക്സാമിന് തിയറിക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കൂടിയാണ് ലോ ഓഫ് മാലസ്. ദെൻ ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ? സോ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് ദ പ്ലെയിൻ. ആക്ച്വലി അതൊരു പ്ലെയിൻ ആണ്, വൈബ്രേഷൻ നടക്കുന്നുണ്ട്. Then it is the plane in which the vibrations of the polarization takes place. Polarization നടക്കുന്ന പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ വാട്ട് ഈസ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ? ഇറ്റ് ഈസ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. പ്ലെയിൻ ഓഫ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോളറൈസേഷൻ? ഒരു പോളറൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെയിലി ലൈഫ് അപ്ലിക്കേഷൻസ് ഉണ്ടോ? അതായത് ഇറ്റ് ഈസ് ദ ട്രാൻസ്വേഴ്സ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. ക്ലാസ് 11th നമ്മൾ പഠിക്കുന്നുണ്ട്, ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ്ജിറ്റ്യൂഡിനൽ മോഡ് ഉണ്ട് അല്ലേ. ലോങ്ജിറ്റ്യൂഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പാർട്ടിക്കിൾസ് പാരലായിട്ടാണ് മൂവ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് നേച്ചർ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെ മാത്രം എടുത്ത് കട്ട് ചെയ്യുകയും ബാക്കി പാരലിനെ ബൈപ്പാസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോളറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് പോളറോയിഡ്? ഇപ്പോൾ മെയ്ഡ് പോളറൈസിങ് മെറ്റീരിയൽ ദാറ്റ് പ്രൊഡ്യൂസ് ഇന്റൻസ് ബീം ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ബൈ സെലക്റ്റീവ് അബ്സോർപ്ഷൻ. ഇപ്പോൾ 3D ഫിലിംസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സുകൾ, സ്പെക്സുകൾ യൂസ് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ പോളറോയിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസസ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സൺ ഗ്ലാസ് പറയാം, അതുപോലെ തന്നെ വിൻഡോ പെയിൻസ് പറയാം. ദെൻ പോളറോയിഡ്സ് ആർ ഓൾസോ യൂസ് ഇൻ ഫോട്ടോഗ്രാഫിക് ക്യാമറാസ് ആൻഡ് 3D മൂവി ക്യാമറാസ്. ഇതുപോലെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസിൽ പോളറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും പോളറോയിഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. PL-ഉം അതുപോലെ തന്നെ UPL-ഉം കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പറയാം? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ, അതായത് നിക്കോൾ പ്രിസൽ ആവാം, അതുപോലെ ടോർമലിൻ ക്രിസ്റ്റൽ ആവാം. സോ ലൈറ്റ് കമ്മിങ്, നമുക്ക് ആ ഒരു പ്രിസത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് അതിൽ യാതൊരുവിധ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മീഡിയംസും പാരലായിട്ട് വരുന്ന പാർട്ടിക്കിൾസും അതുപോലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അൺപോളറൈസ്ഡ് ആണ് എന്ന് പറയാം. അതേ സമയത്ത് അതിൽ പെർപെൻഡിക്കുലറിനെ കംപ്ലീറ്റ് ആയിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്ത് പാരലിനെ മാത്രം ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ആഫ്റ്റർ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് അതൊരു മീഡിയത്തിൽ വന്ന് തട്ടി, സോ അതിന് റിഫ്ലക്ഷനും ഉണ്ടാകുന്നുണ്ട്, റിഫ്രാക്ഷനും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ആംഗിൾ I കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ആംഗിൾ R കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് R പ്ലസ് IP ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പ്ലസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എത്രയാണ് ആംഗിൾ എടുക്കേണ്ടത്? 90 ഡിഗ്രി ആക്കി നമ്മൾ അസ്യൂം ചെയ്യണം. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, ഇതിൽ നിന്ന് R ഈക്വൽ ടു വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 90 മൈനസ് IP. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളത് 90 മൈനസ് IP എന്നെടുക്കാം. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്
പോളറൈസേഷൻ എന്നാണ് കോൺസെപ്റ്റ് അവർ മീൻ ചെയ്യുന്നത്. ആർ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഐ പി ഈസ് ദ പോളറൈസിങ് ആംഗിൾ എന്ന് പറയാം. സോ ആ ഒരു ഫിഗർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ആർ ഈക്വൽ ടു 90 മൈനസ് ഐ പി. ആർ ഈക്വൽ ടു 90 മൈനസ് ഐ പി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ബ്രൗസ്റ്റേഴ്സ് ലോ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ലോ ഓഫ് മാലസ് പറഞ്ഞ പോലെ തന്നെ ബ്രൗസ്റ്റേഴ്സ് ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ വരുന്നത്, ലോ വരുന്നത് ദ ടാൻജന്റ് ഓഫ് ദ പോളറൈസിങ്. ടാൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി എടുത്തു. ടാൻജന്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ടാൻജന്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സി ടാൻ ഐ പി ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൗസ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. ടാൻജന്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ദാറ്റ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൗസ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ലോ ഓഫ് മാലസും അതുപോലെ തന്നെ ബ്രൗസ്റ്റേഴ്സ് ലോയും. സോ ഡിയർ സ്റ്റുഡൻസ്, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ വേവ് ഒപ്റ്റിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വരുന്ന കുറച്ച് സെഷൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൗസ്റ്റേഴ്സ് ലോയും അതുപോലെ തന്നെ ലോ ഓഫ് മാലസും അതുപോലെ തന്നെ പോളറൈസേഷനും അൺപോളറൈസേഷനും അതുപോലെ അതിൽ വരുന്ന ക്രിസ്റ്റൽസും. സോ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും 1-2 ടോപ്പിക് കൂടിയുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും കൂടിയുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.